പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ താൽപര്യത്തോടെയും മനസ്സാന്നിധ്യത്തോടെയും പിൻപറ്റണം. അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ ജാഗ്രത പുലർത്തണം. നമ്മുടെ ജീവിതത്തിന്റെ ഇഹപര വിജയത്തിന് ഈ വഴിയല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല എന്ന ഉറച്ച ബോധ്യം നമുക്കുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹിജറയെ സംബന്ധിച്ച ആലോചനയിൽ നമ്മുടെ ശ്രദ്ധയിൽ പതിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ഖുതുബയുടെ അവസാന ഭാഗത്ത് അതേ സംബന്ധിച്ച് പരാമർശിച്ചിരുന്നു. അതായത് പ്രവാചകന് തന്റെ ദൗത്യത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ തന്റെ ജീവിത ലക്ഷ്യത്തെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു എന്നതാണത്. ഹിജറ നമ്മൾ പല രൂപത്തിൽ കാണാറുണ്ട്. മലയാളത്തിൽ പലായനം ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു തരം അഭയാർത്ഥി പ്രവാഹം കണക്കെയാണ് മനസ്സിലാകുന്നത്. സ്വന്തം നാട്ടിൽ നിക്കക്കള്ളി ഇല്ലാതാകുമ്പോൾ വേറെ ഒരു ദേശം തെരഞ്ഞു പോവുകയാണ്. അല്ലെങ്കിൽ സ്വന്തം സംഘടനയിൽ ആഭ്യന്തര ശൈഥില്യങ്ങളും അതിന്റെ ഫലമായിട്ടുള്ള നിരാശകളും പടരുമ്പോൾ സിറിയയിലേക്ക് പോയാൽ ഇതിനേക്കാൾ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ യമനിൽ ഇതിനേക്കാൾ നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാവാൻ ഇടയുണ്ട് എന്നും മറ്റുമൊക്കെ കരുതി ചിലതരം ഹിജറകൾ വളരെ വളരെ ഒറ്റപ്പെട്ടതാണെങ്കിലും നമ്മുടെ സമുദായത്തിന്റെ ഇടയിൽ ചില സന്ദർഭങ്ങളിൽ കാണപ്പെട്ടിട്ടുണ്ട്. അപ്പോ സ്വന്തം കയ്യിൽ ഒന്നുമില്ലാത്ത ഒരു നിരാശാബോധത്തിൽ നിന്ന് വേറെ എവിടെയോ എത്തിപ്പെടണം, അവിടെ രക്ഷയുണ്ടാവും എന്ന് കരുതുന്ന ഒരു മാനസികാവസ്ഥയാണത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയുടെ പ്രത്യേകത, അത് ഹിജറയുടെ പ്രത്യേകതയാകുന്നത് അത് പ്രവാചകന്റെ ജീവിതത്തിന്റെ പ്രത്യേകതയാകുന്നത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ കൃത്യമായ ഒരു ലക്ഷ്യം നിശ്ചയിച്ചു കൊടുത്തു. അതിൽ നമ്മൾ ആലോചിക്കേണ്ട, നമ്മളെ ഓരോരുത്തരെയും ബാധിക്കുന്ന കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ കൃത്യവും വ്യക്തവുമായ ഒരു ലക്ഷ്യം നിർണയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ലക്ഷ്യമാവേണ്ടതല്ലേ? ആ നിലക്ക് ജീവിതത്തെ ഗൗരവത്തോടെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ വളരെ തുടക്കത്തിൽ ചരിത്രത്തിലൊക്കെ പലതവണ നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഈ പ്രവാചകന്റെ ഇടപെടൽ ഇത് ഇതുവരെ നമ്മുടെ നാട്ടിൽ കണ്ടതുപോലെയുള്ള ഒരു കാര്യമല്ല. ഇത് വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് ഖുറൈശി പ്രമുഖന്മാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലായി.
അവരവിടത്തെ നാട്ടുമൂപ്പന്മാരാണ്, ഗോത്ര തലവന്മാരാണ്, ഏറെക്കുറെ കാര്യങ്ങൾ കൈയാളുന്നത് അവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരിൽ നിന്നൊക്കെ വേറിട്ട് ഒരു കാഴ്ചപ്പാടും ഒരു പദ്ധതിയും ഒരു പരിപാടിയുമായിട്ട് ഒരാൾ, അയാളാണെങ്കിൽ ജീവിതത്തിൽ പൊതുവേ സ്വീകാര്യനായ ആളുകൂടിയാവുക. ആ നാട്ടിൽ അന്ന് കാണപ്പെടുന്ന വഴക്കുകളിലും വാക്കാണങ്ങളിലും കൂത്താട്ടുകളിലൊന്നും ഇയാൾക്കൊരു പങ്കുമില്ലാതിരിക്കുക. ബദ്ധവൈരികൾ വരെ ആ വ്യക്തിത്വത്തെയും നിലപാടിനെയും മുക്തകണ്ഠം പ്രശംസിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടാവുക. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ ഇങ്ങനെ ഒരു കർമ്മപരിപാടിയും ഒരു പദ്ധതിയുമായിട്ട് ഇങ്ങനെ ക്രമേണ പച്ചപിടിച്ചു വരുന്നു എന്നുള്ളത് ഖുറൈശികൾക്ക് വളരെ പെട്ടെന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് അവരെ അലോസരപ്പെടുത്തി. ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, അവര് അബൂ താലിബിന്റെ അടുക്കൽ വന്നു. മുഹമ്മദിനെ നിങ്ങൾ ഉപദേശിക്കണം, അവന്റെ പോക്ക് ശരിയില്ല. നമ്മളിപ്പോ ഇവിടെ എന്തൊക്കെ അഭിപ്രായവ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും എത്ര കാലമായി കഴിഞ്ഞോടി പോണ് ഒന്നിച്ച്. ഒരു പൊതുവായ ഒരു ധാരണയിലാണല്ലോ നമ്മൾ പോകുന്നത്. മുഹമ്മദിനെ ആ ധാരണക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. അവന് സംരക്ഷണം കൊടുത്താൽ പിന്നീട് നിങ്ങൾ ഖേദിക്കേണ്ടി വരും. അബൂ താലിബിന്റെ അടുക്കൽ വന്നിട്ട് ഖുറൈശി പ്രമുഖന്മാര് പിന്നെ ഭീഷണിപ്പെടുത്തി. ഭീഷണി എന്ന് പറയുമ്പോൾ അബൂ താലിബിനെ അങ്ങനെ നേർക്ക് നേരെ ഭീഷണിപ്പെടുത്താൻ അവർക്ക് ധൈര്യം വരില്ല. അപ്പൊ ഭീഷണിയുടെ ഒരു ഭാഷ അവരൊരു നയതന്ത്രപരമായ ഒരു ശൈലിയിൽ അവതരിപ്പിച്ചു. ചരിത്രങ്ങളിൽ നിങ്ങൾക്കിത് കാണാം. അബൂ താലിബ് അവർക്കും തോന്നി ഇത് ശരി തന്നെയാണ് ഈ പറയുന്നത്. കാരണം അദ്ദേഹത്തെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കർമ്മ പരിപാടി കെട്ടിപ്പടുത്ത് പടിപടിയായി ഒരു പദ്ധതി നടപ്പിൽ വരുത്താൻ വേണ്ടി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നവനെ പോലെയുള്ള ആ പോക്ക് വളരെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന് അസ്വസ്ഥതയുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിരുത്തിയിട്ട് സംസാരിക്കുന്നത് ചരിത്രത്തിൽ കാണാം. എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഖുറൈശികൾ ഇങ്ങനെ ഒരു ആശങ്ക പറഞ്ഞ പശ്ചാത്തലത്തിൽ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഇപ്പൊ നമ്മളത് ഊഹിക്കണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് പ്രതികരിച്ചത്? ഇതൊക്കെ ചരിത്രത്തിൽ വളരെ വിസ്തരിച്ചുണ്ട്. അപ്പൊ ഈ അബൂ താലിബിന്റെ ആശങ്കകൾ മുഴുവൻ കാതോർത്ത് വളരെ ക്ഷമയോടെ സാഗൂതം കേട്ടിരുന്ന ശേഷം, അല്ല നിങ്ങൾ തന്റെ വയസ്സുകാലത്ത് എന്നെ ഉപദേശിക്കാൻ ആരാ, ആ ഒരു മട്ടിലൊന്നുമല്ല, വളരെ സാഗൂതം അദ്ദേഹത്തിന് കൊടുക്കുന്ന ആ വ്യക്തിത്വത്തിന് കൊടുക്കേണ്ട മാന്യതയും ആദരവും അംഗീകാരവും വകവെച്ചു കൊടുത്തുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മുഴുവൻ കേട്ടിരുന്നു. അബൂ താലിബിന് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ വാചകാണ് ആകെ തിരിച്ചു പ്രതികരിച്ചത്. ഉരീദു ബിഹിം കലിമ വാഹിദ. നിങ്ങൾ എന്ത് വർത്താനായി പറയണത്? ഞാനിപ്പോ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കി നിങ്ങൾ പറയണത്? ഉരീദു ബിഹിം കലിമ വാഹിദ, ഒരൊറ്റ കലിമത്തിന്റെ കാര്യല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇദാ ഖുൽതുമൂഹാ തദീനു ലഹുമുൽ അറബ് വയുഅദ്ദി ഇലൈഹിമുൽ അജമു വൽ ജിസിയ. ആ കലിമത്ത് അവർ അംഗീകരിച്ചാലേ അറബികള് ഇവർക്ക് ആധിപത്യം കിട്ടും, അറബികൾ ഇവർക്ക് കീഴ്പ്പെടും. അറേബ്യൻ ജനത ജസീറത്തുൽ അറബ് മുഴുവൻ ഇവരുടെ കയ്യാലെ വരും. ഞാൻ ആ ഉച്ചരിക്കുന്ന കലിമത്ത് ഇവർ ഉച്ചരിക്കാൻ സന്നദ്ധമായാൽ ഈ അറബ് ജനത ഇവരുടെ കീഴിൽ വരും. അതുകൊണ്ട് തീർന്നില്ല. വയുഅദ്ദി ഇലൈഹിമുൽ അജമു വൽ ജിസിയ, അനറബികൾ ഇവർക്ക് ജിസിയ നൽകും. ഈ അമുസ്ലിം സഹോദരന്മാര് ഇസ്ലാമിക രാഷ്ട്രത്തിൽ എന്തോ ഒരു പ്രത്യേക ടാക്സ് ഉണ്ട് എന്ന ആളുകൾ പറയുന്നത് ഇതിനെ പറ്റിയാണ്. ഇസ്ലാമിക രാഷ്ട്രത്തിലെ അമുസ്ലിം പൗരന്മാരോട് ഇസ്ലാമിക രാഷ്ട്രം ഒരു തരത്തിലുള്ള വിവേചനവും കാണിക്കില്ല. അവരുടെ ജീവൻ, അവരുടെ ധനം, അവരുടെ അഭിമാനം തുടങ്ങി ഒരു മനുഷ്യന് ഇസ്ലാം സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലൊന്നും ഈ മുസ്ലിം അമുസ്ലിം എന്ന ഒരു വ്യത്യാസവും ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഉണ്ടാവില്ല. പിന്നെന്താന്ന് വെച്ചാൽ മുസ്ലിം പൗരന്മാർ വളരെ കൃത്യമായിട്ട് അവരുടെ വരുമാനം കണക്ക് നോക്കിയിട്ട് സക്കാത്ത് കൊടുക്കണം. അവർക്ക് നിർബന്ധിതമായ സൈനിക സേവനം നിർവഹിക്കേണ്ടതായിട്ടും വരാം. ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ഇല്ലാത്ത പശ്ചാത്തലത്തിൽ സക്കാത്ത് കൊടുക്കേണ്ടതില്ലാത്ത വിഭാഗങ്ങളിൽ നിന്ന് അവരവരുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് ജിസിയ സ്വീകരിക്കുക എന്ന ഒരു വകുപ്പാണ് ഇസ്ലാം ചുമത്തിയിട്ടുള്ളത്. അത് ഇതര മതക്കാരനായതിന്റെ ഒരു ഫൈൻ അല്ല, രാജ്യത്തിന്റെ സാമ്പത്തിക പങ്കാളിത്തത്തിൽ അവർക്ക് അങ്ങനെ പങ്കാളിത്തം വഹിക്കാൻ കഴിയൂ എന്ന് മാത്രമാണ് അതിന്റെ അർത്ഥം. ഇത്രയും ഞാനിപ്പോ അതിനെപ്പറ്റി പറഞ്ഞതാണ്. അതിന്റെ വിശദാംശങ്ങൾ തന്നെ വേറെ ഒരു വലിയ ചർച്ചയാണ് ഗ്രന്ഥങ്ങളിൽ നിങ്ങൾക്ക് കാണാം.
അത് തന്നെ എല്ലാവരിൽ നിന്നും ഒരേ തുക, പാവപ്പെട്ടവനാണോ പണക്കാരനാണോ, തരാൻ കഴിയുമോ ഇല്ലയോ, ഇതൊന്നും നോക്കാതെ എല്ലാവരിൽ നിന്നും ഒരേ തുക, ഇതുമല്ല ജിസിയ എന്ന് പറയുന്നത്. ഇരിക്കട്ടെ, നമുക്ക് ആ പറഞ്ഞതിലേക്ക് പോകാം. അപ്പൊ അബൂ താലിബ് പറയാണ്, അബൂ താലിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ എന്തിനാ അങ്ങനെ ബേജാറാകുന്നത്? ഞാനൊരൊറ്റ കലിമത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഏതാണ് ഈ കലിമത്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഈ കലിമത്ത് ഉച്ചരിക്കുന്നതായാൽ നാളെ പരലോകത്ത് സ്വർഗ്ഗമുണ്ട് എന്നല്ല റസൂൽ പറയുന്നത്. അതിലൊരു സംശയവുമില്ല. കാരണം അത് വേറെ പറഞ്ഞിട്ടുണ്ട്, പല സന്ദർഭത്തിലും പറഞ്ഞിട്ടുണ്ട്. അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കും, നിങ്ങൾ വിജയിക്കും. ആ വിജയത്തിന്റെ ഒരു തലം എന്താണ്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരുത്തൻ ഉള്ളിൽ തട്ടി പറയേണ്ടതുപോലെ പറഞ്ഞ് അതിന്റെ താല്പര്യമനുസരിച്ച് നിലകൊള്ളാൻ സന്നദ്ധമാണെങ്കിൽ ദഖലൽ ജന്ന, അയാൾക്ക് സ്വർഗം കിട്ടും. അതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടുള്ള വേറെ ഒരു വിജയത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മളിപ്പോ ഈ ചർച്ച ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഹിജറയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കുമ്പോ ഇങ്ങനെ ഒരു പദ്ധതി അള്ളാഹു റസൂലിന് നൽകിയിട്ടുണ്ട്. എന്താണ് ആ പദ്ധതി? അള്ളാഹ് ഒരു ദീന് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പരമാധികാരിയായി കണ്ട്, അള്ളാഹുവിനെ പരമാധികാരിയായി കാണാതിരിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം എല്ലാത്തിന്റെയും ആധിപത്യം അവന്റെ കയ്യിലാണ്. അപ്പോ അള്ളാഹുവിനെ പരമാധികാരിയായി കണ്ട് അവന്റെ നിയമങ്ങളെ ജീവിത നിയമമായി അംഗീകരിച്ച് അതിനുള്ള അനുസരണമാണ് എന്റെ ജീവിത വിജയത്തിനുള്ള വഴി എന്ന നിലപാടിലുറച്ച് അങ്ങനെ നിലകൊള്ളാം. ഇതാണല്ലോ ദീനിൽ കൂടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. ദീനിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അള്ളാഹുവിന്റെ പരമാധികാരം അംഗീകരിക്കുക, അവന്റെ നിയമവ്യവസ്ഥയെ നമ്മുടെ നിയമവ്യവസ്ഥയാക്കുക, അതിനുള്ള അനുസരണത്തിൽ ജീവിതത്തെ അരക്കിട്ടുറപ്പിക്കുക. അങ്ങനെ നിലകൊണ്ടാൽ രക്ഷയുണ്ടെന്നും അങ്ങനെ നിലകൊണ്ടില്ലെങ്കിൽ ശിക്ഷയുണ്ടെന്നും ഉള്ള ഒരു ബോധ്യമുണ്ടാവുക. ഇതിനാണ് ദീൻ സ്വീകരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ആരുടെ ദീനിലാണോ അയാളെ റബ്ബും ഇലാഹുമാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരാള് ഒരു രാജാവിന്റെ ദീനിലാണെങ്കിൽ അതാണ് രാജാവിന്റെ ദീനനുസരിച്ച് സഹോദരനെ പിടിച്ചു വെക്കുക എന്നുള്ളത് യൂസുഫ് നബിക്ക് ഭൂഷണമല്ല എന്ന് അള്ളാഹ് പ്രയോഗിക്കുന്നുണ്ട്. ദീനുൽ മലിക്, അവ രാജാവിന്റെ ദീൻ, രാജാവിന്റെ പരമാധികാരം അംഗീകരിച്ച് രാജാവിന്റെ നിയമത്തെ രാജ്യത്തിന്റെ നിയമമായി അംഗീകരിച്ച് അതിന് വിധേയപ്പെട്ടാൽ രാജാവിന്റെ രക്ഷയുണ്ടാകുമെന്നും അങ്ങനെ നിലകൊണ്ടില്ലെങ്കിൽ രാജാവ് ശിക്ഷിക്കുമെന്നും വിചാരിച്ചുകൊണ്ട് ഒരാൾ ഒരു രാജഭരണത്തിന്റെ കീഴിൽ നിലപാടെടുത്താൽ അതാണ് രാജാവിന്റെ ദീൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ സൂറത്തുൽ ഹുജറാത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹ് ചോദിക്കുന്നുണ്ടല്ലോ, ഖുൽ തുഅല്ലിമൂന അല്ലാഹ ബിദീനിക്കും. അപ്പൊ നിങ്ങളുടെ ദീൻ, നമ്മളുടെ ഓരോരുത്തരുടെയും ദീൻ, നമ്മുടെ ഇച്ഛ തോന്നിപ്പിക്കുന്നതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടതായി തോന്നി വരികയും ആ ഇച്ഛാനുസാരിയായി ഒരാൾ ജീവിക്കുകയും ഇച്ഛയെ തൃപ്തിപ്പെടുത്തൽ അയാളുടെ ജീവിത ദിനചര്യയുടെ ഭാഗമായി തീരുകയും ചെയ്യുമ്പോ ഇച്ഛയെ ഇലാഹാക്കിക്കൊണ്ട് അതൊരു ദീനായി മാറിയിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. നമ്മൾ ഞാനിത് പല സന്ദർഭത്തിലും ഇതേ ആശയം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതു വഴിയെയും ഈ ഒരാശയം നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിക്കേണ്ടത് അത്യാവശ്യമാകുന്നു എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചു. അപ്പൊ ആ പ്രഖ്യാപനത്തിൽ തന്നെ ഇഹലോകത്തുള്ള ഒരു അജണ്ടയുണ്ട്. ആ പ്രഖ്യാപനത്തിൽ തന്നെ ഇഹലോകത്തുള്ള ഒരു അജണ്ടയുണ്ട്. ആ പ്രഖ്യാപനത്തിൽ തന്നെ പരലോകത്തേക്കുള്ള ഒരു അജണ്ടയുമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പരലോകത്തേക്കുള്ള അജണ്ട ഏറെക്കുറെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹക്ക് ഇഹലോകത്ത് എന്തെങ്കിലും പണിയുണ്ടോ? ഇതിനെക്കുറിച്ച് മുസ്ലിം ഉമ്മത്ത് ഇപ്പോഴും വേണ്ട വിധം ഗൗരവത്തിൽ ഒരു നിലപാടെടുത്തിട്ടില്ല എന്ന് അവരുടെ വാക്കും പ്രവൃത്തിയും പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അജണ്ട അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിച്ചപ്പോ ഇത് രണ്ടും ചേർത്ത് വെച്ചാ പറഞ്ഞത്. അല്ലാതെ ഒന്ന് ഒരിക്കൽ പറഞ്ഞിട്ട് പിന്നെ അവസാനം മക്കം ഫത്തഹിന് ശേഷം വേറൊന്ന് പറയല്ല. കാരണം ഈ സമഗ്രമായ പരിവർത്തനത്തിന്റെ ഒരു സന്ദേശം ഓരോ അംഗവും വളരെ കൃത്യതയോടെ ഉൾക്കൊള്ളണം. വിശുദ്ധ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്കൂ. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. സത്യദീനും സന്മാർഗ സന്ദേശവുമായി നൽകിക്കൊണ്ട് ഈ പ്രവാചകനെ അയച്ചത് അവനാണ്, അള്ളാഹുവാണ്. എന്തിന്? ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി. ഈ ദീൻ മറ്റുള്ള എല്ലാ ദീനുകളുടെയും
ചില ദീനുകളുടെ സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ. വ്യക്തികളുടെ ദീൻ, രാഷ്ട്രങ്ങളുടെ ദീൻ, രാജാവിന്റെ ദീൻ, തറവാടുകളുടെ ദീൻ, പുരോഹിതന്മാരുടെ ദീൻ, അങ്ങനെ ഒരുപാട് ദീനുകളുണ്ട്. മനുഷ്യർ താലോളിച്ച് നെഞ്ചിലേറ്റി ജീവിതം നൽകി, സമ്പത്ത് നൽകി, ജീവൻ നൽകി എന്തൊക്കെ ദീനുകളെ സംരക്ഷിച്ച് നിലനിർത്തുന്നുണ്ടോ ആ ദീനുകളുടെ ഒക്കെ മേലെ അള്ളാഹുവിന്റെ ദീൻ വരാൻ. അതിനാണ് അള്ളാഹു റസൂലിനെ അയച്ചത് എന്നാണ് ഖുർആൻ പറയുന്നത്. ഹിജ്റയുടെ പശ്ചാത്തലത്തിലുള്ള ചരിത്ര സംഭവങ്ങളിലേക്ക് വെളിച്ചം വീശവേ ഖുർആൻ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് എന്ന് തുടങ്ങുന്ന സാമാന്യം നീണ്ട ഒരായത്തിന്റെ ഇടയിൽ, ഇപ്പൊ ആയത്തിലേക്ക് കടക്കാൻ സമയമില്ല, അതുകൊണ്ട് നീണ്ട ആ ഒരായത്തിന്റെ ഇടയിൽ ഒരൊറ്റ പ്രയോഗം. എന്താണ്? ഇങ്ങനെയൊക്കെ അള്ളാഹ് ഈ റസൂലിനെ സഹായിച്ചത് എന്തിനാ? വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ലാ വകലിമത്തുല്ലാഹി ഹിയൽ ഉല്യ. നിഷേധികളുടെ വാക്യം താഴാൻ, അള്ളാഹുവിന്റെ വചനം ഉയരാൻ. ഈ റസൂലിനെ അള്ളാഹ് എന്തിനാ അയച്ചതെന്നുള്ളത് വേറൊരു സ്ഥലത്ത് വിശദീകരിച്ചതാണിത്. സൂറത്ത് ശൂറയിൽ വേറൊരു വിശദീകരണം കാണാം. അൻ അഖീമുദ്ദീന വലാ തതഫറഖു ഫീഹി. ഈ ദീനിനെ നിങ്ങൾ യഥാവിധി സ്ഥാപിക്കണം, അതിൽ നിങ്ങൾ ഭിന്നിക്കരുത്. നിങ്ങളുടെ ഭിന്നത കാരണം ഈ ദീൻ ഈ ദുനിയാവിൽ സ്ഥാപിതമാകാതെ പോകരുത്. അതുകൊണ്ട് നിങ്ങൾ ഏകാഗ്രചിത്തരായിട്ട് ഈ ദീനിന്റെ മാർഗത്തിൽ നിലകൊള്ളണം. എന്നിട്ട് ഇതിന്റെ ഇക്കാമത്തിന്, ഇതിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പൊ 3 പ്രയോഗങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഖുർആനിൽ നിന്ന് വെച്ചത്. ഈ 3 പ്രയോഗങ്ങളും കൂടി ഉരുത്തിരിഞ്ഞു വരുന്ന ആശയം എന്താണ്? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലും മദീനയിലുമായിട്ട് 23 കൊല്ലം കൊണ്ട് നടപ്പിലാക്കിയത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയേണ്ടി വരും, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു പരലോക പദ്ധതി എന്ന നിലക്ക് പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ വെള്ളം ചേർത്ത് രാഷ്ട്രീയവൽക്കരിച്ച് ഭരണരാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് കൊണ്ടുവന്ന് അതാകെ കൂടി ഒരു രാഷ്ട്ര പദ്ധതിയാക്കി മാറ്റി. നഊദു ബില്ലാഹ്. അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി ഇങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇത്രയും ഞാനിപ്പോ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു നൽകിയ ഈ ലക്ഷ്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ആ ലക്ഷ്യം മദീനയിൽ പ്രയോഗവൽക്കരിക്കാൻ പറ്റുമോ? നീണ്ട 13 വർഷം അതിനുള്ള പരിശ്രമങ്ങളിലാണ് അവർ ഏർപ്പെട്ടത്. അതിൽ തന്നെ ആ 13 വർഷത്തിന്റെ അവസാന ഘട്ടത്തിലെ 1-2 വർഷങ്ങളിൽ 11ാമത്തെയും 12ാമത്തെയും ഒക്കെ വർഷത്തിൽ നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്ക്. 1-2 അഖബ ഉടമ്പടി. നമ്മൾ കുട്ടികൾ മദ്രസയിൽ പഠിക്കുന്നുണ്ട്. മദ്രസയിലെ കുട്ടികളുടെ താരീഖിന്റെ പുസ്തകം എടുത്തിട്ട് വായിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അഖബ ഉടമ്പടികളുടെ ചരിത്രം പറയാൻ സമയമില്ല. 1-2 അഖബ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഗതി മുട്ടിയപ്പോ മദീനയിലേക്ക് പോവല്ല. ഞാൻ വേണമെങ്കിൽ റസൂലുള്ളാഹിയുടെ ഹിജ്റയുടെ ആസൂത്രണങ്ങളെ സംബന്ധിച്ച് പിന്നൊരിക്കൽ പറയാം. അതിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അഖബ ഉടമ്പടികളെ സംബന്ധിച്ച് കുറച്ചുകൂടി ഒന്ന് പരാമർശിക്കാം. എന്ന് പറഞ്ഞാൽ കുറെ മദീനക്കാരായ സ്ത്രീ പുരുഷന്മാരെ മുന്നിലിരുത്തി അവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ സമർപ്പിച്ച് അവരിൽ നിന്ന് പിന്തുണയും സഹകരണവും തേടുന്ന പല നീക്കങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. ഇതൊക്കെ എന്തിനാ നടത്തിയത്? എന്തിനാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയത്? ഞാൻ കഴിഞ്ഞ ആഴ്ച ചോദിച്ചു. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ദൗത്യം ഏൽപ്പിച്ചു. ആ ദൗത്യത്തിന് വേണ്ടി അദ്ദേഹം 13 കൊല്ലം മക്കയിൽ പരിശ്രമിച്ചു. വിശ്വസിക്കാവുന്നതിലെ അവസാനത്തെ മനുഷ്യനും വിശ്വസിച്ചു. വിശ്വസിക്കാത്തവർ ഇനി വിശ്വസിക്കുകയില്ല എന്ന് ബോധ്യം വന്നു. പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെ ഈ ധിക്കാരികളായ ആളുകളെ ഇവിടെ വിട്ടേച്ചിട്ട് വേറെ നാട്ടിൽ പോക്കാം? ഈ ധിക്കാരികളെ അവരുടെ ധിക്കാരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കണ്ടേ? അപ്പൊ അവരുമായിട്ട് യുദ്ധം നടക്കണം. ഈ ഇസ്ലാം പ്രവാചകന്റെ പക്ഷം വിജയിക്കുകയാണെങ്കിൽ ദുനിയാവിൽ തന്നെ അവർക്ക് പിന്നെ സുഖമായി ജീവിക്കാം. ഇനി അവരാ പോരാട്ടത്തിൽ ഷഹീദാവുകയാണെങ്കിലോ അവർക്ക് സ്വർഗം കിട്ടും. ഇസ്ലാം വന്നത് ആളുകളെ സ്വർഗത്തിലേക്ക് എത്തിക്കാനല്ലേ? അപ്പൊ ഒരു പണി പകുതിയിലെത്തിച്ചിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും നടത്താതെ വേറെ ഒരു നാട്ടിലേക്ക് കളം മാറുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഒരു ലക്ഷ്യം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. പരലോകത്തെ ലക്ഷ്യമല്ല. ഞാൻ മുമ്പൊരിക്കൽ ഒരു വേദിയിൽ ഇതേമാതിരി ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, നിങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടന എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഒരുപാട് സംഘടനകൾ ഉണ്ടല്ലോ, ഉണ്ടാകുന്നതിന് ഒരു കുഴപ്പമില്ല. മുസ്ലിങ്ങൾ പല മെമ്പറുകളിൽ നിന്ന് ഖുതുബ കേൾക്കുന്നുണ്ട്, പല ഉസ്താദുമാരിൽ നിന്ന് ക്ലാസുകളും പ്രഭാഷണങ്ങളും കേൾക്കുന്നുണ്ട്. ഞാനിപ്പോ ഈ സദസ്സിനോടും ചോദിക്കുന്നു, നിങ്ങൾ ഇങ്ങനെ വർഷങ്ങളായിട്ട് ഖുതുബ കേട്ടിട്ട്
വർഷങ്ങളായി ഖുർആൻ പഠിച്ചിട്ട് അല്ലെങ്കിൽ ക്ലാസുകളും പ്രഭാഷണങ്ങളും കേട്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ത് എന്ന് ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു, നിങ്ങളെന്താ അങ്ങനെ ലക്ഷ്യം പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറഞ്ഞത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉസ്താദ്മാര് ലക്ഷ്യം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അൽഹംദുലില്ലാ, നല്ല കാര്യം. എന്താ നിങ്ങളുടെ ഉസ്താദ് നിങ്ങൾക്ക് പറഞ്ഞു തന്ന ലക്ഷ്യം? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു പരലോകത്തെ സ്വർഗം. ഞാൻ പറഞ്ഞു, സുഹൃത്തെ, പരലോകത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, അതൊക്കെ വരാൻ പോണ കാര്യമാണ്. ഇഹലോകത്ത് നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ സമയവും നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ സ്വാധീനവും, അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ ഇതൊക്കെ പ്രയോജനപ്പെടുത്തി ഈ നാട്ടിൽ സ്ഥാപിക്കേണ്ടുന്ന നടപ്പാക്കേണ്ടുന്ന വല്ല പദ്ധതിയും നിങ്ങളുടെ മുമ്പിലുണ്ടോ? അങ്ങനെ ഉസ്താദുമാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? അള്ളാഹ് റസൂലിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അള്ളാഹ് റസൂലിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന്റെ ചില പ്രയോഗങ്ങൾ, സൂചനകൾ ഞാൻ നേരത്തെ നൽകി. ആ സൂചനകൾ അനുസരിച്ച് റസൂലുള്ള പ്രവർത്തിച്ചു. ആ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. 23 കൊല്ലക്കാലം അള്ളാഹു ഏൽപ്പിച്ച പണി യഥാവിധി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചപ്പോ ആ നാടിന്റെ ആധിപത്യം ഇസ്ലാമിന്റെ കയ്യിൽ വന്നു. സജ്ജനങ്ങളുടെ മുമ്പിൽ, സജ്ജനങ്ങളുടെ കയ്യിൽ ആ രാജ്യത്തിന്റെ തീരുമാനാധികാരം വന്നു. ദുർജനങ്ങൾ ജീവിതത്തിന്റെ മുഖ്യധാരകളിൽ നിന്ന് പുറത്തേക്ക് തള്ളപ്പെട്ടു. ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ കാണുന്നതാണ്. അന്ന് മുതൽ ഇന്ന് വരെ, വിശദാംശങ്ങളിൽ എന്തൊക്കെ കുഴപ്പമുണ്ടെങ്കിലും അന്ന് മുതൽ ഇന്ന് വരെ ആ അറേബ്യയിൽ ഈ സാമൂഹിക ക്രമം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനെപ്പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് അള്ളാഹ് ഏൽപ്പിക്കാത്ത ഒന്ന് ചെയ്തതാണോ അതല്ല അള്ളാഹ് ഏൽപ്പിച്ചത് ചെയ്തതാണോ? അപ്പൊ സത്യവിശ്വാസികൾ ഉറച്ചു മനസ്സിലാക്കുന്നു, ഇത് അള്ളാഹ് ഏൽപ്പിച്ചത് ചെയ്തതാണ്. ഈ ദൗത്യത്തിന് മക്ക പാകപ്പെട്ടിട്ടില്ല എന്ന് കരുതിയപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയത്. അപ്പൊ തന്നെ അള്ളാഹു ഏൽപ്പിച്ച ലക്ഷ്യ സാക്ഷാത്കാരത്തെ കുറിച്ചുള്ള ആഴമുള്ള ചിന്തയിൽ നിന്ന് രൂപപ്പെട്ടതാണ് ആ ഹിജ്റ. അല്ലാതെ സ്വന്തം ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച ബേജാറിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല. ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കാണണം. അള്ളാഹു തന്നെ ഏൽപ്പിച്ച പദ്ധതിയും പരിപാടിയും ഈ മക്കയുടെ മണ്ണ് ഏറ്റെടുക്കാൻ മാത്രം പാകപ്പെട്ടിട്ടില്ലെങ്കിൽ വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا. ഈ ആയത്ത് പല സന്ദർഭങ്ങളിൽ പല ചർച്ചകളിൽ നമ്മൾ ഉദ്ധരിക്കാറുണ്ട്. വല്ലദീന തബവ്വഉ الدار وللذين تبوأوا الدار والإيمان من قبلهم. നേരത്തെ തന്നെ ആ മദീനയിൽ ഇടം പിടിക്കുകയും ഈമാനിന്റെ ആളുകളാകുകയും ചെയ്ത അൻസാറുകളെ കുറിച്ചാണ് പറയുന്നത്. അവര് 2 കൈയും നീട്ടി നബിയെ സ്വീകരിക്കാൻ സന്നദ്ധമാണ് എന്ന് നേരത്തെ 1ഉം 2ഉം അഖബ ഉടമ്പടികളിലൂടെ ഉറപ്പുവരുത്തി റസൂലുള്ളാഹി. എന്നിട്ട് അവിടേക്ക് പോവുകയാണ്. ഇതിനെക്കുറിച്ചാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. സ്വന്തമായിട്ടൊരു പദ്ധതി ഇല്ലാതെ അല്ലെങ്കിൽ ഉള്ള പദ്ധതി ആകെ പൊളിഞ്ഞ് തകർന്നു എന്ന് ബോധ്യപ്പെടുമ്പോ നിരാശ പൂണ്ട് മെച്ചപ്പെട്ട എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ടുള്ള ആ അലച്ചിലുണ്ടല്ലോ, ഇതല്ല റസൂലുള്ളാഹിയുടെ ഹിജ്റ. അങ്ങനെയാണെന്ന് കരുതിയിട്ട് എവിടേക്കെങ്കിലും യമനിലേക്കോ സിറിയയിലേക്കോ ഇസ്ലാമിക സമൂഹങ്ങളിൽ നിന്നോ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പോയിട്ടുണ്ടെങ്കിൽ അവർ വറുതട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് എന്നതല്ലാതെ ഒരു ഫലം ഉണ്ടായിട്ടില്ല. വറുചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക്. കാരണം അത് അത്രയ്ക്കും അപകടകരമാണ്. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ അള്ളാഹു ഏൽപ്പിച്ച ഒരു പദ്ധതിയുണ്ട്. അത് പരലോകത്തെ സ്വർഗ്ഗമല്ല. പരലോകത്തെ സ്വർഗം വേറൊരു കാര്യമാണ്. അത് കിട്ടണമെങ്കിൽ ഈ ഇഹലോകത്ത് എന്ത് ചെയ്യണം? അപ്പൊ നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മുടെ സമയം കൊണ്ട് ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ ദീനിന്റെ സംസ്ഥാപനമാണ് ലക്ഷ്യം എന്ന് റസൂലുള്ളാഹിക്ക് ബോധ്യമുണ്ട്. റസൂലുള്ളാഹിയുടെ കൂടെയുള്ളവർക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന് മക്ക പാകപ്പെട്ടിട്ടില്ലെന്ന് വന്നപ്പോഴാണ് അവിടുന്ന് മദീനയിലേക്ക് പോയത്. മദീനയിൽ നിന്ന് അത് തിരിച്ച് തടയാൻ കഴിയാത്ത ഒരു തിരിച്ചുവരവുണ്ടായത് അതുകൊണ്ടാണ്. അങ്ങനെയാണ് മക്കം ഫതഹ് പിന്നീട് സംഭവിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിലുള്ള വളരെ കൃത്യമായ ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. അപ്പൊ ഹിജ്റയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ജീവിത ലക്ഷ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കണം, എന്റെ സമയം, എന്റെ സമ്പത്ത്, എന്റെ സ്വാധീനം. നമ്മൾ പറയും ഞാനോട് വരേണ്ട കാര്യമൊന്നുമില്ല, ലജ്ജ അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞയച്ചതാന്ന് പറ. എന്നിട്ട് ഓല എന്തെങ്കിലും തടസ്സം പറയുകയാണെങ്കിൽ എന്നെ വിളിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ ആ സമയത്ത് അവിടെ അവതരിക്കുന്നതാണോ? അല്ല, അങ്ങനെ എത്താൻ പറ്റൂല്ലോ നമുക്ക്. എത്രയോ കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വെച്ചിട്ട് ചിലപ്പം ഗൾഫിൽ പോണ ഒരുത്തിനോടാണ് പറഞ്ഞത്, ഈ പോയിക്കോ, ബേജാറാവൊന്നും വേണ്ട, ആദ്യമായിട്ട് പോവുകയാണെങ്കിലും ബേജാറാവൊന്നും വേണ്ട, വിസയും പാസ്പോർട്ടൊന്നും കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ നോക്കിയാൽ മതി. അവിടെ എത്തിയിട്ട് ഇന്ന ആളെ കണ്ട് സംസാരിക്കും. അവർ തടസ്സം എന്തെങ്കിലും പറയുകയാണെങ്കിൽ എന്നെ വിളിക്കും.
എന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്വാധീനം ഉണ്ട് അവിടെ. അപ്പൊ ഞാനൊരു കോൾ ചെയ്താൽ, ഞാനൊരു വിളിച്ചാൽ, നീ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും അവർ ചെയ്യാത്ത വല്ലതും ഉണ്ടെങ്കിൽ ഞാനൊരൊറ്റ വിളിച്ചാൽ അവിടെ നടക്കും. അതാണ്. അപ്പൊ നമ്മളെ കയ്യിൽ നമ്മുടെ സമ്പത്തും ശരീരവും മാത്രമല്ല ഉള്ളത്, നമ്മുടെ സമ്മർദ്ദമുണ്ട്, നമ്മുടെ സ്വാധീനമുണ്ട്. അങ്ങനെ പല പല ഘടകങ്ങളുണ്ട് ഒരു മനുഷ്യർക്ക്. സോഷ്യൽ ഇൻഫ്ലുവൻസ്, ഇപ്പോ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എങ്ങനെ സ്വാധീനം ചെലുത്തുന്ന വ്യക്തികൾ എന്നത് വളരെ തരം താഴ്ന്ന രീതിയിൽ എങ്ങനെയെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് എന്ത് ആഭാസത്തിനവും കാണിക്കുന്ന സ്ത്രീ പുരുഷന്മാരെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. മാന്യമായിട്ട് സമൂഹത്തിന്റെ വിഷയങ്ങളിൽ സമയോചിതം ഇടപെട്ടുകൊണ്ടിരിക്കുന്നവർ, സ്വാധീനിക്കുന്നവർ, ഇതെല്ലാ കാലത്തും ഉണ്ട്. നമുക്ക് നമ്മളുടേതായ ഒരു സ്വാധീനമുണ്ട്. ആകത്തുക ഇതാണ്: എന്റെ സമയം, എന്റെ സമ്പത്ത്, എന്റെ ശരീരം, എന്റെ അധ്വാനം, എന്റെ സ്വാധീനം, ഇങ്ങനെ എന്റെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അത് വെച്ചുകൊണ്ട് അള്ളാഹു നൽകിയ ഈ ജീവിത കാലത്ത് ഈ ദുനിയാവിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ ദീനിനു വേണ്ടി? റസൂലുള്ളാഹി എന്താ ചെയ്തത്? കൂടെയുള്ളവരെന്താ ചെയ്തത്? ചരിത്രം സാക്ഷിയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അള്ളാഹുവിന്റെ നിയമത്തിന് നിലയും വിലയുമുള്ള, അവന്റെ ദീനിന് മേധാവിത്വം കിട്ടുന്ന അള്ളാഹുവിന്റെ അടിയാറുകൾക്ക് ആ ദീനിന്റെ സൽഗുണങ്ങൾ ലഭ്യമാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് തികച്ചും സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഈ മനുഷ്യരോട് സംവദിച്ചും ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചും ഈ സാമൂഹിക ക്രമത്തിൽ നിന്ന് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒന്നിലേക്കുള്ള ഒരു മാറ്റത്തിന് വേണ്ടി നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ഹിജ്റയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടി ചിന്തിക്കണം എന്നുണർത്തുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന ഉത്തരവാദിത്തങ്ങളും ചുമതലകളും യഥാവിധി മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാനുമുള്ള തൗഫീക്ക് റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്ക് നൽകുമാറാവട്ടെ. ഇത്തരം വിഷയങ്ങളിലും ജീവിതത്തെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ചിട്ടപ്പെടുത്തുന്നതിലും നമ്മളെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്ന മനഃപൂർവ്വമല്ലാത്ത എല്ലാ വീഴ്ചകളും റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്ക് പുറത്തു തരുമാറാവട്ടെ. നമ്മളുടെ അമലുകൾ അവൻ സ്വീകരിക്കുകയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നതമായ പദവി നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ഈ പള്ളിയിൽ ജുമാക്ക് കുറച്ചുകൂടി നേരത്തെ വരുന്ന, ഇപ്പോൾ ഈ പള്ളിയുടെ പൊതുവെയുള്ളൊരു സംസ്കാരം വളരെ നേരത്തെ വരുന്ന ആളുകളുള്ളൊരു പള്ളി എന്നതാണ്. പക്ഷെ ഈ അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ ആ പ്രവണതയിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോകുന്നുണ്ട് എന്ന ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇപ്പോൾ ഈ ആകെ ആഴ്ചയിൽ ഒരു ദിവസം ഒരു 12:40 മുതൽ ഉള്ള ഒരു കുറഞ്ഞ സമയത്തെ എൻഗേജ്മെന്റാണ്. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഹൗ ഇലാ ദിക്രില്ലാ എന്ന് അള്ളാഹ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കുള്ളത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ കുറച്ചുകൂടി ശുഷ്കാന്തി, കുറച്ചുകൂടി താല്പര്യം, ഒരല്പം നേരത്തെ വരാൻ എല്ലാവരും ശ്രദ്ധിക്കണം. മറ്റ് ചുമതലകളോ ഓഫീസ് ഡ്യൂട്ടികളോ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധ്യമാകുന്നത് പോലെ അവർ ചെയ്യട്ടെ. പക്ഷെ വെറുതെ അവിടെയും ഇവിടെയും തട്ടിത്തിരിഞ്ഞ് നിൽക്കുന്ന ആളുകൾ ഈ വെള്ളിയാഴ്ച ഒരു ബാങ്ക് കേൾക്കുന്നതിന് മുന്നേ പള്ളിയിലേക്ക് വരാൻ സന്നദ്ധമാകണം. അപ്പോഴാണ് അവർക്ക് കുറെ കൂടി ഈ വെള്ളിയാഴ്ചത്തെ ആ പുണ്യം പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അതിന്റെയൊക്കെ പ്രാധാന്യം നമ്മൾ മുമ്പ് മുതലേ പറഞ്ഞു വരുന്നതാണ്. ആ കാര്യം ഞാനിപ്പോൾ ആവർത്തിക്കുന്നില്ല. നമ്മളോട് സഹോദരന്മാരായ പല ആളുകളും മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അതുപോലെ രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വളരെ പ്രിയപ്പെട്ട പല സഹപ്രവർത്തകരുടെയും വേണ്ടപ്പെട്ടവർ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മോട് വിട പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അതുപോലെ രോഗികളായ ധാരാളം ആളുകൾ, വളരെ സങ്കീർണമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പടച്ചവനെ അവർക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. അവർക്കൊക്കെയും ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് നീ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ഉറ്റവർ ഉടയവർ, അങ്ങനെ ആരൊക്കെയുണ്ടോ അവരെ, അവരുടെ അവസ്ഥകളെ ഞങ്ങളെക്കാളേറെ നിനക്കറിയാം. പടച്ചവനെ അവരോടൊക്കെ നീ കരുണ കാണിക്കണേ തമ്പുരാനെ.
അവരുടെ അമലുകൾ സ്വീകരിക്കണേ നാഥ. അവരുടെ വീഴ്ചകൾ പൊറുത്തു കൊടുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും അവസാനം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബന اللهم اغفر لنا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات طيب ثراهم واجعل الجنة مأواهم اللهم أجرنا من النار اللهم أجرنا من النار اللهم اجعل يومنا خيرا من أمسنا واجعل غدنا خيرا من يومنا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا غاية مرامنا ولا إلى النار مصيرنا اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت ربها ووليها ومولاها يا أرحم الراحمين اللهم إنا نسألك حبك وحب من يحبك وكل عمل يقربنا إلى حبك اللهم انصر من نصر دين محمد صلى الله عليه وسلم اللهم اجعلنا منهم اللهم اخذل من خذل دين محمد صلى الله عليه وسلم اللهم لا تجعلنا منهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين أقم الصلاة.